നമസ്കാരം. ജയശങ്കർ, വള്ളൂനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി ജിഷ്ണു GB. ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ആയില്യം നക്ഷത്രം, 30 വയസ്സ്. അടുത്ത മാസം 31 ആകും. ബിടെക് ആണ്. ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ. സീനിയർ സേഫ്റ്റി എഞ്ചിനീയറായിട്ട് ശോഭ സിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. അച്ഛൻ റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഭാസ്കരൻ. ഗിരിജ ഹൗസ് വൈഫ്. എൽഡർ ബ്രദർ ബാംഗ്ലൂർ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. സിസ്റ്റർ ഇൻ ലോ ആതിര ബാങ്ക് എംപ്ലോയി ആണ്. പാലക്കാട് പറളിക്കടുത്ത് തേനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ചേരാത്ത നാളുകൾ പറയുന്നുണ്ട്. പുണർദം, മൂലം, മകീരം, ഇത്രയും നാളുകൾ ചേരില്ല എന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജോബ് ലൊക്കേഷൻ ശോഭ സിറ്റി ബാംഗ്ലൂർ തന്നെയാണ്. ഒരിക്കൽ കൂടെ ജിഷ്ണുവിനെ കുറിച്ച് ഞാൻ പറയാം. ജിഷ്ണു GB, ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി. ആയില്യം നക്ഷത്രം, 30 വയസ്സ്. ഇപ്പോൾ അടുത്ത മാസം 31 ആവും. ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ. സീനിയർ സേഫ്റ്റി എഞ്ചിനീയറായിട്ട് ശോഭ സിറ്റിയിൽ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛൻ ഭാസ്കരൻ, റിട്ടയർഡ് SI സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഗിരിജ അമ്മ, ഹൗസ് വൈഫ്. എൽഡർ ബ്രദർ മാരീഡ് ആൻഡ് സെറ്റിൽഡ് അറ്റ് ബാംഗ്ലൂർ. സിസ്റ്റർ ഇൻ ലോ വന്നിട്ട് ബാങ്ക് എംപ്ലോയി ആണ്. ഏട്ടൻ വന്നിട്ട് IT സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. പാലക്കാട് പറളിക്കടുത്ത് തേനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ചേരാത്ത നാടുകൾ പറയുന്നുണ്ട്. പുണർദം, മൂലം, മകീരം. താല്പര്യമുള്ള പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും വള്ളൂനാട് മാട്രിമോണിയലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഫർദർ വിവരങ്ങൾ ഞാൻ എടുത്തു തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന 1-2 കാര്യങ്ങൾ ഈ വീഡിയോയിലും ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വിവാഹപ്രായമെത്തിയ കുട്ടികൾ വീട്ടിൽ ഉള്ള സമയത്ത്, അല്ലെങ്കിൽ വിവാഹം നോക്കുന്ന വീടുകളിൽ അച്ഛനമ്മമാർ കുറച്ച് വറീഡായിട്ടാണ് കാണുന്നത്. കല്യാണം ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ നോക്കണം, എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്യണം, എവിടെ രജിസ്റ്റർ ചെയ്യണം, മാട്രിമോണിയൽ സൈറ്റ്, ജാതകം എന്തൊക്കെയാണ്, ആകെ ഒരു വല്ലാത്ത ഒരു ടെൻഷനാണ്. പ്രത്യേകിച്ച് അമ്മമാർക്കൊക്കെ ഭയങ്കര ടെൻഷനായിട്ട് മാറുന്നൊരു കാലഘട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും ആദ്യം ചെയ്യേണ്ടത് വിവാഹപ്രായം എത്തിയ കുട്ടിയുമായി അച്ഛനമ്മ നന്നായിട്ടൊന്ന് സംസാരിക്കുക. എന്താണ് ഈ നന്നായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുട്ടിക്ക് പല അഭിപ്രായങ്ങളും പറയാറുണ്ടാകും. എനിക്ക് ഇന്ന ക്വാളിഫിക്കേഷനുള്ള ആളെ നോക്കിയാൽ മതി, ഇന്ന ജോലി സ്ഥലമായാൽ നന്നായി, ഇത്ര ഹൈറ്റ്, വെയിറ്റ്, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ആ കുട്ടികൾ പറയും. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക അച്ഛനമ്മമാർ. ചിലപ്പോൾ ആ കുട്ടി പറയും, എനിക്ക് ആൾറെഡി ഒരു ലവ് അഫെയർ ഉണ്ട്, നിങ്ങളിപ്പം നോക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വളരെയധികം എളുപ്പമായി കാര്യങ്ങളൊക്കെ അത് ഭംഗിയായിട്ട് കഴിപ്പിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കുട്ടി പറഞ്ഞ് മനസ്സിലാക്കി നന്നായിട്ട് അതിനെ നല്ല ഭംഗിയായിട്ട് തന്നെ കഴിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഇനി അല്ല നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക. ആദ്യം ഈ പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുന്ന സമയത്ത് ആസ്ട്രോളജി, അതായത് നക്ഷത്രം, ഹൈറ്റ്, വെയിറ്റ്, പേര്, അച്ഛൻ, അമ്മ, സഹോദരങ്ങളുടെ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ, ജോലി എവിടെയാണ്, ഏതുവരെ സ്കൂളിംഗ് എവിടെയായിരുന്നു, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മറ്റുള്ള ഗ്രാജുവേഷനൊക്കെ എവിടെയായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പറയണം. ജോലി സ്ഥലം എന്താണ്, കമ്പനിയിൽ ഡെസിഗ്നേഷൻ, ശമ്പളം എത്രയുണ്ട് എന്നുള്ള കാര്യങ്ങളും നന്നായിട്ട് വിവരിക്കണം.
പിന്നെ എന്തെങ്കിലും തരത്തിൽ മെഡിസിൻ വല്ലതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ ഒന്ന് പറഞ്ഞാൽ നന്നായി. ഇല്ലെങ്കിൽ ഫസ്റ്റ് കോളിലെങ്കിലും പറയാൻ ശ്രമിക്കുക. ഇതിലിപ്പോൾ പ്രൊഫൈലിൽ കാട്ടിയിട്ടില്ലെങ്കിൽ പോലും കോള് വരുന്ന സമയത്ത് അപ്പം പറയാൻ ശ്രമിക്കുക. പിന്നെ അച്ഛൻ അമ്മ അവരുടെയൊക്കെ എല്ലാ ഡീറ്റെയിലുകളും കൊടുക്കുക. ഇങ്ങനെ നല്ലൊരു രീതിയിൽ പ്രൊഫൈൽ ഉണ്ടാക്കിയതിന് ശേഷം ഒരു 2-3 വട്ടമെങ്കിലും വീട്ടിലെ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും എവിടെയെങ്കിലും തെറ്റുകളുണ്ടോ. ഒരു വഴിപാട് ഒരുക്കുന്ന പോലെ ആവരുത്. നല്ല രീതിയിൽ അത് എഴുതി ഉണ്ടാക്കണം. അടുത്തത്, നിങ്ങളുടെ തറവാട്ട് ക്ഷേത്രം ദൈവവിശ്വാസികളാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. തറവാട്ടിലെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ നമ്മൾ പറയും ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ നാഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. അങ്ങനെ വല്ല ഇതും ഉണ്ടെങ്കിൽ, ഒരു ദൈവിക സാന്നിധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക അവരെയെല്ലാം. അതിനുശേഷം ഈ എഴുതി വെച്ച പ്രൊഫൈലുമായി നല്ലൊരു മാട്രിമോണിയലിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. നല്ല മാട്രിമോണിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം, ആരെങ്കിലും 1-2 പേരെങ്കിലും ഒരു നല്ല അഭിപ്രായം പറയുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ച് അവിടെ പോയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്തൊക്കെയാണ് അവരുടെ ആക്ടിവിറ്റീസ്, എത്ര പൈസ വാങ്ങിക്കും, മാരേജ് ശരിയായി കഴിഞ്ഞാൽ പൈസ വല്ലതും വാങ്ങിക്കുമോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അത് ചോദിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് അവരുമായിട്ട് പിന്നെ ഒരു വഴക്കോ ബഹളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. മറ്റേത് അവർ എൻഗേജ്മെൻ്റ് തലേദിവസം വന്ന് ഇത്ര രൂപയാണ്, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം കൂട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതൊക്കെ നേരത്തെ സംസാരിച്ച് വയ്ക്കുക. അതിനുശേഷം അവർ പ്രൊഫൈലുകൾ തരാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫൈലും ഫോട്ടോയും കാര്യങ്ങളെല്ലാം ഈ കുട്ടിക്ക്, കല്യാണ കുട്ടിക്ക് കാട്ടിക്കൊടുക്കുക. ആ കുട്ടി ഓക്കെ പറയുകയാണെങ്കിൽ ആ പ്രൊഫൈൽ വെച്ച് മുന്നോട്ട് പോവുക. ആ പ്രൊഫൈൽ വാങ്ങിച്ച് ആ കുട്ടിയുടെ അച്ഛനും അമ്മയായിട്ട് നന്നായിട്ട് സംസാരിക്കുക. അവരുടെ അടുത്ത് നിന്ന് ഓറോസ്കോപ്പ് വാങ്ങിക്കുക. ഓറോസ്കോപ്പ് നോക്കണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഓറോസ്കോപ്പ് വാങ്ങിച്ച് ഓറോസ്കോപ്പിൻ്റെ ചെക്കിങ് നടത്തുക. ഓറോസ്കോപ്പ് നോക്കുന്ന സമയത്ത് ഒരു ജോത്സ്യനെ കൊണ്ട് മാത്രം നോക്കിയാൽ പോരാ, 3-4-5 പേരെടുത്തെങ്കിലും പോവുക. ഏതെങ്കിലും ഒരു ജോത്സ്യൻ നിങ്ങളോട് ഓക്കെ പറഞ്ഞാൽ അത് വെച്ച് മുന്നോട്ട് പോകണം. ഒരു കാരണവശാലും ഏതെങ്കിലും ഒരാൾ നോന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നോന്ന് പറയരുത്. 3-4-5 പണിക്കാരെടുത്ത് പോകൂ, അല്ലെങ്കിൽ ജോത്സ്യൻ്റെ അടുത്ത് പോകൂ. അതും ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് കാണൽ ചടങ്ങിനാണ് വിളിക്കുക. അപ്പോൾ കഴിയുന്നത് പെണ്ണ് കാണൽ ചടങ്ങിൻ്റെ മുന്നേ തീർച്ചയായിട്ടും കുട്ടികൾ തമ്മിൽ കാണാൻ ശ്രമിക്കണം. കാണാൻ പറഞ്ഞാൽ സംസാരിക്കുക. ഫോണിൽ കൂടെയെങ്കിലും സംസാരിച്ച് അവരൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഒരു കംഫർട്ട് സോണിൽ എത്തുകയാണെങ്കിൽ മാത്രം പോയി കാണലൊക്കെ മതി. പുറത്ത് വെച്ച് കണ്ടാൽ വളരെയധികം നല്ലത്. എന്താ പുറത്ത് വെച്ച് കാണുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ, ആ കുട്ടികൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും. നോക്കൂ, എനിക്ക് ലവ് അഫെയർ ഉണ്ട്, നീ വേറെ നോക്കിക്കോളൂ എന്നൊക്കെ പറയുന്ന അനവധി കുട്ടികളെ എനിക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിനുശേഷം പുറത്ത് വെച്ച് കാണാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്, ഇല്ലെങ്കിൽ വീട്ടിൽ വെച്ച് കാണാൻ. അദ്ദേഹം പുറത്ത് വെച്ച് കണ്ടാൽ വളരെ നന്നായി. പുറത്ത് വെച്ച് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കാര്യങ്ങളെല്ലാം വീണ്ടും ഒക്കെ ഒന്ന് സംസാരിക്കുക. നല്ല രീതിയിൽ സംസാരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വലിയൊരു ടെൻഷനൊന്നുമില്ലാതെ വിവാഹം കഴിയുന്ന കാഴ്ചയാണ് ഞാൻ ഇവിടെ കാണുന്നത്. അപ്പോൾ 2 ഫാമിലികളും അച്ഛനമ്മമാർ തമ്മിൽ നന്നായിട്ട് സംസാരിക്കുക, കുട്ടികൾ നന്നായിട്ട് സംസാരിക്കുക. ഒന്നും ഉള്ളിൽ വെച്ച് പുറത്തേക്ക് വേറൊന്നും പറയരുത്. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കും. എല്ലാ കുട്ടികൾക്കും എത്രയും പെട്ടെന്ന് മംഗളമായിട്ട് തന്നെ വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളൂനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.